ഇമ്പോസിബിൾ ഗ്രാഫാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്താണ്? എ പാർട്ടിക്കിൾ കാൺ ഹാവ് 2 or more വാല്യൂസ് ഫോർ പൊസിഷൻ, വെലോസിറ്റി, ആക്സലറേഷൻ അറ്റ് ദ സെയിം ടൈം. ഞാൻ ഉദ്ദേശിച്ചത് ഒരു സമയത്ത് പാർട്ടിക്കിളിന് രണ്ടോ അതിൽ കൂടുതലോ പൊസിഷൻ പോസിബിൾ അല്ല. അതായത് ഈ പാർട്ടിക്കിളിന്, ഈ പെൻ എന്ന് പറഞ്ഞ പാർട്ടിക്കിളിന് ഒരു പൊസിഷൻ ഉണ്ട് വിചാരിക്കാം. ഇനി ഇതേ സമയത്ത്, അതായത് ഇപ്പൊ സമയം ഒരു 10:30 വിചാരിച്ചു. അപ്പൊ ഈ 10:30 രണ്ട് പൊസിഷൻ പോസിബിൾ ആണ്. 10:30 ഈ പാർട്ടിക്കിള് രണ്ട് പൊസിഷൻ ഉണ്ടാവോ? ഇതൊരു പൊസിഷൻ, ഇത് വേറെ പൊസിഷൻ. ഇപ്പൊ ഒരു സമയത്ത് 10:30 എന്ന് പറഞ്ഞ സമയത്ത് പാർട്ടിക്കിൾ ഒരു പൊസിഷനിൽ പോസിബിൾ ആയിട്ടുള്ളൂ, രണ്ട് പൊസിഷൻ ഉണ്ടാവില്ല. ഓക്കെ. അതേപോലെ 10:30 എന്ന് പറഞ്ഞ സമയത്ത് പാർട്ടിക്കിളിന് ഒരു വെലോസിറ്റി ഉണ്ടാവുള്ളൂ. ഒന്നെങ്കിൽ പാർട്ടിക്കിൾ ഇങ്ങോട്ട് മൂവ് ചെയ്തിരിക്കും, അല്ലേ? ഇങ്ങോട്ടായിരിക്കും മൂവ് ചെയ്തിരിക്കാം. അപ്പം ഇതേ പാർട്ടിക്കിളിന് ഇതേ ടൈമില് വേറൊരു വെലോസിറ്റി ഇങ്ങോട്ട് ഉണ്ടാവും? ഉണ്ടാവില്ല. ഒരു വെലോസിറ്റി പോസിബിൾ ആയിട്ടുള്ളൂ. അതേപോലെ ഒരു ആക്സിലറേഷന് ഒരു സമയത്ത് പാർട്ടിക്കിൾ ഉണ്ടാവുള്ളൂ, അതിന്റെ മേലെ പാർട്ടിക്കിൾ ഉണ്ടാവില്ല. അപ്പോൾ ആ കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഒരു ടൈം നോക്കാം. ഈ ടൈമില് ഈ പാർട്ടിക്കിളിന് ഒരു പൊസിഷൻ ഉണ്ട്, പൊസിഷൻ 1 മീറ്റർ എന്ന് വിചാരിക്കാം. അതേ സമയത്ത് തന്നെ പാർട്ടിക്കിൾ എന്തുണ്ട്? വേറൊരു പൊസിഷൻ ഉണ്ട്. അതുകൊണ്ട് ഇത് പോസിബിൾ ആണോ? പോസിബിൾ അല്ല. അതുകൊണ്ട് ഇത് ഈ ഗ്രാഫ് എന്താണ്? തെറ്റാണ്. ഒരേ സമയത്ത് രണ്ട് പൊസിഷൻ പോസിബിൾ അല്ല. അതേപോലെ ഒരേ സമയത്ത് രണ്ട് വെലോസിറ്റി പോസിബിൾ അല്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ പാർട്ടിക്കിൾ ഇവിടെ ഒരു വെലോസിറ്റി ഉണ്ട്, അതേ ടൈമിൽ തന്നെ പാർട്ടിക്കിളിന് വേറൊരു വെലോസിറ്റി ഉണ്ട്, പോസിബിൾ അല്ല. ഈ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് നോക്കി, ഈ സമയത്ത് പാർട്ടിക്കിളിന് ഒരു സ്പെസിഫിക് ആക്സിലറേഷന്റെ വാല്യൂ ഉണ്ട്, ഇതേ സമയത്ത് പാർട്ടിക്കിളിന് വേറൊരു ആക്സിലറേഷന്റെ വാല്യൂ ഉണ്ട്. ഇങ്ങനെ പോസിബിൾ അല്ല. രണ്ടാമത്തെ കാര്യം നോക്കാം. ഡിസ്റ്റൻസ്, സ്പീഡ്, ആവറേജ് സ്പീഡ് കാൺ ബി നെഗറ്റീവ്. ഡിസ്റ്റൻസ് നെഗറ്റീവ് ആവാൻ പറ്റില്ല, നിങ്ങൾ പഠിച്ചതാണ്. സ്പീഡ് എന്താവാൻ പറ്റില്ല? നെഗറ്റീവ് ആവാൻ പറ്റില്ല, നിങ്ങൾ പഠിച്ചാണ്. ആവറേജ് സ്പീഡ് എന്താവാൻ പറ്റില്ല? നെഗറ്റീവ് ആവാൻ പറ്റില്ല, നിങ്ങൾ പഠിച്ചാണ്. ഇതെല്ലാം പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാഫ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് എന്താണ്? നെഗറ്റീവ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പോസിബിൾ അല്ല. ഈ ഗ്രാഫ് സ്പീഡ് എന്താണ്? നെഗറ്റീവ് ആണ്. ഇവിടെ മുതൽ ഇവിടെ വരെ സ്പീഡ് നെഗറ്റീവ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് തെറ്റാണ്. ഇതും തെറ്റാണ്, മേലുള്ളത് തെറ്റാണ്. ഇപ്പോൾ ആവറേജ് സ്പീഡ് നോക്കി താഴത്ത് കൂടെയാണ് പോകുന്നത്. അപ്പോൾ ആവറേജ് സ്പീഡ് നെഗറ്റീവ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് തെറ്റാണ്. ഓക്കെ. നിങ്ങൾ വിചാരിക്കുമ്പോൾ സാറെല്ലാം തെറ്റാണല്ലോ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇത് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനൊന്നും സംഭവിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഡിസ്റ്റൻസ് ആൻഡ് ആവറേജ് സ്പീഡ് കാണ്ട് ഡിക്രീസ് വിത്ത് ടൈം. ഡിസ്റ്റൻസും ആവറേജ് സ്പീഡും എന്ത് സംഭവിക്കില്ല? സമയം അനുസരിച്ചിട്ട് താഴെ കുറഞ്ഞു പോകില്ല. അവിടെ നിങ്ങൾ ആലോചിച്ചു, ഒരു ഒബ്ജക്റ്റ് ഇതാക്കി ഇവിടെ ഉണ്ട്, 1 മീറ്ററിലുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ പാർട്ടിക്കിൾ എന്തായി? ഇങ്ങോട്ട് പോയിരിക്കും, 2 മീറ്ററിലേക്ക്. ഇപ്പൊ ഡിസ്റ്റൻസ് എന്തായി? ഒരു മീറ്റർ ദൂരം നീങ്ങി. ഈ കുറച്ച് സമയം കഴിയുമ്പോൾ പാർട്ടിക്കിൾ എന്തായി? കുറച്ചുകൂടി മുമ്പോട്ട് വന്ന് 3 മീറ്ററിലേക്ക് പോയി. ഇപ്പൊ ഡിസ്റ്റൻസ് എത്രയായി? 2 മീറ്റർ. 1 മീറ്റർ 2 മീറ്റർ ട്രാവൽ ചെയ്തു. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് വേണമെങ്കിൽ ബാക്കോട്ട് വരാം, അല്ലെ? ബാക്കോട്ട് വന്നു. അപ്പൊ ഡിസ്റ്റൻസ് എത്ര? ഇപ്പൊ ആദ്യം 2 മീറ്റർ, പിന്നെ ബാക്കോട്ട് 1 മീറ്റർ. അപ്പൊ ടോട്ടൽ എത്ര? 3 മീറ്റർ ആയി. ഇപ്പൊ ഡിസ്റ്റൻസ് പാർട്ടിക്കിൾ ഇങ്ങോട്ടോ പോകുന്നതൊന്നും ഡിസ്റ്റൻസിന് ബാധിക്കുന്നില്ല. ഡിസ്റ്റൻസ് എപ്പോഴും കൂടിക്കൊണ്ട് നിൽക്കുന്നുള്ളൂ. സമയം കൂടുന്തോറും ഡിസ്റ്റൻസ് കൂടുകയുള്ളൂ, ഡിസ്റ്റൻസ് എന്താവില്ല? കുറയില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഗ്രാഫ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഗ്രാഫ് എന്തല്ല പോസിബിൾ അല്ല. കാരണം ഇവിടെ എന്താ? ഡിസ്റ്റൻസ് എന്താ സംഭവിക്കുന്നത്? ഡിക്രീസ് ചെയ്യാൻ സംഭവിക്കുന്നത്. ഈ പോയിന്റ് നോക്കി, ഈ ടൈമില് ഇത്രയും ഡിസ്റ്റൻസ്, വേറൊരു ടൈമിൽ ഡിസ്റ്റൻസ് ഇത്രയായി. ഫസ്റ്റത്തെ ടൈമിൽ ഇത്രയും ഡിസ്റ്റൻസ്, പിന്നത്തെ ടൈമിൽ ഡിസ്റ്റൻസ് ഇത്രയും. അപ്പൊ നമ്മളിവിടെ ടൈമിംഗ് ഇൻക്രീസ് ആണ് ചെയ്തത്, ടൈമിംഗ് ഇങ്ങോട്ട് പോയത്. ആ സമയത്ത് ഈ പോയിന്റ് ആവുന്ന സമയത്ത് ഡിസ്റ്റൻസ് ഇവിടെ ഉള്ളത്, അല്ലെ? ഈ പോയിന്റ് ആവുന്ന സമയത്ത് ഡിസ്റ്റൻസ് ഇവിടെ ഉള്ളത്. ആ സമയത്ത് ഡിസ്റ്റൻസ് എന്താ സംഭവിച്ചത്? ഡിക്രീസ് ആണ് ചെയ്തത്. ടൈം ഇൻക്രീസ് ചെയ്തപ്പോൾ ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്തു. അതുകൊണ്ട് ഇത് എന്തല്ല? പോസിബിൾ അല്ല. ഇനി ഇവിടെ നോക്കി, ഇവിടെ രണ്ട് പോയിന്റ് കൺസിഡർ ചെയ്യാം. ഈ പോയിന്റും ഈ പോയിന്റിലേക്കാണ് പോകുന്നത്. ടൈം ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ നോക്കാം, ഇവിടെ ആവറേജ് സ്പീഡിന്റെ വാല്യൂ ഇവിടെയാണ്, ഈ പോയിന്റ് ആവറേജ് സ്പീഡിന്റെ വാല്യൂ ഇവിടെയാണ്. ടൈം ഇൻക്രീസ് ചെയ്തപ്പോൾ ഇതേ പോയിന്റ് കറസ്പോണ്ടിങ് ആണ് ആവറേജ് സ്പീഡ് എന്താ സംഭവിച്ചത്? ഡിക്രീസ് ആണ് ചെയ്തത്. അപ്പൊ ഇതെന്തല്ല? പോസിബിൾ അല്ല. കാരണം ഡിസ്റ്റൻസും ആവറേജ് സ്പീഡും ഡസൻ ഡിക്രീസ് ചെയ്തിട്ട്, ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്തിട്ടില്ലെങ്കിൽ ആവറേജ് സ്പീഡ് എന്ത് സംഭവിക്കില്ല? ഡിക്രീസ് ചെയ്യില്ല. കാരണം ആവറേജ് സ്പീഡ് എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യില്ല, നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് ആവറേജ് സ്പീഡ് എന്ത് സംഭവിക്കില്ല? ഡിക്രീസ് ചെയ്യില്ല. ഇനി വേറൊരു കാര്യം നോക്കി,
can't change xva without consuming time. പൊസിഷൻ, വെലോസിറ്റി, ആക്സലറേഷൻ ഒന്നും സമയം കൺസ്യൂം ചെയ്യാതെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അതായത് ഈ സമയത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റും, ഇങ്ങനെ വരയ്ക്കാൻ പറ്റും, ഇങ്ങനെ വരയ്ക്കാൻ പറ്റും, അല്ലെ? എങ്ങനെയാണെങ്കിൽ വരയ്ക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ഇപ്പോൾ ഈ വരച്ച പോലെ വരയ്ക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഒരു പൊസിഷനിൽ നിന്ന് വേറെ പൊസിഷനിലേക്ക് പോകണമെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? ടൈം ചേഞ്ച് ചെയ്യും. നമ്മുടെ ആലോചിച്ച് ഇപ്പൊ ഈ പൊസിഷനിൽ നിന്നും ഈ പൊസിഷനിലേക്ക് ഇവിടെ സമയം എത്രയാണ്? 10 PM. ഇവിടെ സമയം എത്രയായി? 10:30 PM. ഈ പൊസിഷനിൽ ഈ പൊസിഷനിലേക്ക് പോകുമ്പോൾ പൊസിഷൻ മാറുന്നുണ്ട്, അതിന്റെ കൂടെ ആരും മാറുന്നുണ്ട്? സമയം മാറുന്നുണ്ട്, അല്ലേ? പക്ഷെ ഈ ഗ്രാഫ് നോക്കിയേ, ഈ ഗ്രാഫിൽ ഈ ടൈമിൽ അതിന് ഈ പൊസിഷൻ 1 മീറ്റർ ഉണ്ട്. അതേ ടൈമിൽ ഈ പൊസിഷൻ എത്ര ഉണ്ട്? 3 മീറ്റർ ഉണ്ട്. ഒരേ സമയത്ത് രണ്ട് പൊസിഷൻ പോസിബിൾ അല്ല, അല്ലേ? അത് മാത്രം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരേ ടൈമിൽ രണ്ട് പൊസിഷൻ പോസിബിൾ അല്ല. പക്ഷെ ഇവിടെ എന്ത് സമയം കൺസ്യൂം ചെയ്യുന്നില്ല. അതുകൂടി ഒരു പോയിന്റ് ആയി കൺസിഡർ. അതായത് സമയം കൺസ്യൂം ചെയ്യുന്നില്ല. ഇവിടുന്ന് പൊസിഷൻ 1 നിന്ന് പൊസിഷൻ 3 മീറ്ററിലേക്ക് പോകണമെങ്കിൽ എന്ത് സംഭവിക്കണം? സമയം കൺസ്യൂം ചെയ്യണം, അല്ലേ? സമയം കൺസ്യൂം ചെയ്യാതെ പൊസിഷൻ 1 നിന്ന് പൊസിഷൻ 3ലേക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, അതേപോലെ ഇവിടെ നോക്കിയേ, ഇവിടെ ഇതേ സമയത്ത് രണ്ട് വെലോസിറ്റി വരുന്നുണ്ട് ഇതേ സമയത്ത്. അത് പോസിബിൾ അല്ല. ഇവിടെ ഇതേ സമയത്ത് രണ്ട് ആക്സലറേഷൻ വരുന്നുണ്ട്. ഒരു ആക്സലറേഷൻ, രണ്ട് ആക്സലറേഷൻ. ഒരേ സമയത്ത് രണ്ട് ആക്സലറേഷൻ പോസിബിൾ അല്ല. സമയം കൺസ്യൂം ചെയ്യാതെ നമുക്ക് പൊസിഷൻ, വെലോസിറ്റി, ആക്സലറേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സമയം കൺസ്യൂം ചെയ്തിട്ട് ഏതെങ്കിലും ഇതിൽ എക്സ് വി എയിലൊക്കെ ഏനൊക്കെ മാറ്റാൻ പറ്റുള്ളൂ. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നിങ്ങൾ ചാപ്റ്റർ നോട്ട് ബുക്കിൽ ഷോർട്ട് നോട്ട് എഴുതുന്ന ചാപ്റ്റർ ഉണ്ട്. ആ സമയത്ത് വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കാം, ഇങ്ങനെ സംഭവിക്കില്ല എന്നുള്ള കാര്യം പെട്ടെന്ന് ഓർത്തെടുക്കാൻ എക്സാമിൽ ചോദിക്കുന്ന സമയത്ത്. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റും. ഈ ക്വസ്റ്റ്യനിൽ എക്സ് ഇനീഷ്യൽ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും എക്സ് ഇനീഷ്യൽ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്നും എക്സ് ഫൈനൽ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് ഒരു പാർട്ടിക്കിൾ p m/s വെലോസിറ്റിയിൽ നീങ്ങുകയാണ്. അതിന് എത്ര സമയമാണ് എടുത്തത്? എക്സ് ഇനീഷ്യൽ ആവുമ്പോൾ സമയം 0 സെക്കൻഡ്, എക്സ് ഫൈനൽ ആവുമ്പോൾ സമയം q സെക്കൻഡ്. ഓക്കെ, പാർട്ടിക്കിൾ ഈസ് മൂവിംഗ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി ആസ് ഷോൺ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് മോഷൻ ഈസ് ദിസ്? ഇത് എന്ത് ടൈപ്പ് മോഷൻ ആണ്? അപ്പൊ നമുക്കറിയാം ഇവിടെ കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുകയാണ്. കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറയുകയാണെങ്കിൽ അത് എന്ത് തരം മോഷനാണ്? അത് യൂണിഫോം മോഷനാണ്. ഈ മോഷൻ എന്ന് പറയുന്നത് യൂണിഫോം മോഷനാണ്. അടുത്തതായിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഡ്രോ പൊസിഷൻ ടൈം ഗ്രാഫ്. ഇതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 0 സെക്കൻഡ് ആവുന്ന സമയത്ത് പാർട്ടിക്കിൾ ഉള്ളത് എവിടെയാണ്? എക്സ് ഇനീഷ്യലാണ്. ഇവിടെ 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്, ഇങ്ങനെ സെക്കൻഡിന്റെ ആക്സിസ് താഴെയാണുള്ളത്. അപ്പോൾ 0 സെക്കൻഡ് എന്ന് പറയുന്നത് ഇവിടെയാണ് 0 സെക്കൻഡ് വരുന്നത്. അപ്പോൾ 0 സെക്കൻഡ് ആവുന്ന സമയത്ത് പൊസിഷൻ എവിടെയാണ്? എക്സ് ഇനീഷ്യലാണ്. 0 സെക്കൻഡ് ആവുന്ന സമയത്ത് പൊസിഷൻ എക്സ് ഇനീഷ്യലാണ്. അതിനുശേഷം Q സെക്കൻഡ് ആവുന്ന സമയത്ത് പാർട്ടിക്കിൾ എവിടെയുള്ളത്? എക്സ് ഫൈനൽ. അപ്പോൾ Q സെക്കൻഡ് ഇവിടെയാണുള്ളത്. ഇവിടെ ആവുന്ന സമയത്ത് പാർട്ടിക്കിൾ ഉള്ളത് എക്സ് ഫൈനൽ എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഈ പോയിന്റ് ഞാൻ എക്സ് ഫൈനൽ എന്ന് വിളിക്കുകയാണ്. ഡയഗ്രാഫാണ്. ഈ പോയിന്റിനെയാണ് ഞാൻ എക്സ് ഫൈനൽ എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ 0 സെക്കൻഡ് എക്സ് ഇനീഷ്യൽ, Q സെക്കൻഡ് ആവുന്ന സമയത്ത് എക്സ് ഫൈനൽ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ജോയിൻ ചെയ്യും. ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും, സാർ ഈ എക്സ് ഫൈനൽ എങ്ങനെ മേലെയാണ് കണ്ടെത്തിയത്? എക്സ് ഫൈനൽ എക്സ് ഇനീഷ്യലിനെക്കാളും താഴെ വരാൻ പറ്റുമോ? ഇവിടെ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? ഇതിന്റെ മോഷൻ ഡയഗ്രാം തന്നിട്ടുണ്ട്. മോഷൻ ഡയഗ്രാം നമുക്കറിയാം, എക്സ് ഫൈനൽ എന്ന് പറയുന്നത് എക്സ് ഇനീഷ്യലിനെക്കാളും ഹയർ വാല്യൂ ആണ്. എക്സ് ഫൈനൽ വലത്തോട്ടുള്ളത്. അപ്പോൾ എക്സ് ഫൈനൽ കൂടുതൽ വലുതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എക്സ് ഫൈനൽ മേലോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫ് കിട്ടിയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കറിയാം എന്താണ് പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ്? സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ് വെലോസിറ്റി. അപ്പോൾ ഇവിടെ ഈ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് പറയാം? ഇതിന്റെ സ്ലോപ്പാണ്. ഈ സ്ലോപ്പ് എത്രയാണ്? എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനീഷ്യൽ ബൈ Q - 0.
എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനീഷ്യൽ ബൈ ക്യൂ മൈനസ് 0 അല്ലെങ്കിൽ ഞാൻ ക്യൂ എന്ന ഇതാണ്. അപ്പൊ ഇങ്ങനെ ഈ കോൺസ്റ്റന്റ് വെലോസിറ്റി ബിന്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടി? എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനീഷ്യൽ ബൈ ക്യൂ എന്ന് കിട്ടി. എന്താണ് കോൺസ്റ്റന്റ് വെലോസിറ്റിന്റെ വാല്യൂ? ഈ സ്ലോപ്പിന്റെ വാല്യൂ എന്താണ്? പി ആണല്ലേ. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പി മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ പി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കിട്ടും? എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനീഷ്യൽ ബൈ ക്യൂ എന്ന് നമുക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞത്. ഓക്കെ, ഈ കാര്യത്തെ എത്തുമ്പോൾ ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ ആ കാര്യം നമുക്ക് നോക്കാം. ആദ്യം പാർട്ടിക്കിൾ ഉള്ളത് 0 സെക്കൻഡിൽ എക്സ് ഇനീഷ്യലാണ്. അതിനുശേഷം പാർട്ടിക്കിൾ കുറച്ച് മുമ്പോട്ട് പോയി, അതിനുശേഷം പാർട്ടിക്കിൾ കുറച്ച് മുമ്പോട്ട് പോയി, അതിനുശേഷം പിന്നെയും മുമ്പോട്ട് പോയി, അതിനുശേഷം പിന്നെയും മുമ്പോട്ട് പോയി. അപ്പോൾ ഈ മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്താ സംഭവിക്കുന്നത്? കൂടാണ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് എന്തായി? കുറച്ചോളൂ. അതിനുശേഷം കുറച്ചുകൂടി മുമ്പോട്ട് നീങ്ങുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കൂടി, അതിനുശേഷം കുറച്ചുകൂടി മുമ്പോട്ട് നീങ്ങുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആണ്. അപ്പൊ അതിന്റെ അർത്ഥം 0 സെക്കൻഡ് ആവുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് എത്ര വരാം? 0 ആണ് വരാം. കാരണം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. ഇവിടെ ഫൈനലും ഇനീഷ്യലിലും 0 സെക്കൻഡിൽ എവിടെ? 0 സെക്കൻഡിൽ പാർട്ടികൾ എവിടെയുള്ളത്? 0 എക്സ് ഇനീഷ്യലിലുള്ളത്. അപ്പൊ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് എക്സ് ഐ മൈനസ് എക്സ് ഐ എന്നാവും. ഓക്കെ, പാർട്ടികൾ മൂവ് ചെയ്ത് തുടങ്ങുന്നില്ലല്ലോ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? 0 ആണ് 0 സെക്കൻഡ്. ഓക്കെ, അപ്പൊ 0 സെക്കൻഡിൽ പാർട്ടികളുടെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഓക്കെ, അതിനുശേഷം ക്യൂ സെക്കൻഡിൽ പാർട്ടികളുടെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ക്യൂ സെക്കൻഡ് ആകുമ്പോൾ പാർട്ടികൾ എന്ത് സംഭവിച്ചു? ഈ എക്സ് എഫ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തി. അപ്പോൾ പാർട്ടികൾ ഡിസ്പ്ലേസ്മെന്റ് എന്ത് സംഭവിക്കാം? എക്സ് എഫ് മൈനസ് എക്സ് ആയി. അപ്പോൾ ക്യൂ സെക്കൻഡ് ആകുന്ന സമയത്ത് പാർട്ടികളുടെ ഡിസ്പ്ലേസ്മെന്റ് എക്സ് എഫ് മൈനസ് എക്സ് ഐ എന്നാവും. ഈ പോയിന്റ് ഞാൻ എന്ത് വിളിക്കുകയാണ്? ഈ പോയിന്റ് ഞാൻ എക്സ് എഫ് മൈനസ് എക്സ് ഐ എന്ന് വിളിക്കുകയാണ്. എക്സ് എഫ് മൈനസ് എക്സ് ഐ, ഇതാണ് നമ്മുടെ ആ പോയിന്റ്. ആ രണ്ട് പോയിന്റ്സ് കണക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് കിട്ടി. ഇനി ഇതിന്റെ സ്ലോപ്പ് നമ്മൾ വെറുതെ കണ്ടു നോക്കാണ്. എന്താണ് ഇതിന്റെ സ്ലോപ്പ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ലോപ്പ് എന്താ വരാം? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ഈ പോയിന്റിന്റെ y കോർഡിനേറ്റ് എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനീഷ്യൽ മൈനസ് ഇതെന്നുണ്ട് ഈ കോർഡിനേറ്റ് എന്താണ്? ആദ്യം y2 എടുത്തു, അതിനുശേഷം y1 എത്ര വരുന്നത്? 0 അല്ലേ വരുന്നത്. ഈ പോയിന്റിന്റെ എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനീഷ്യൽ, ഈ പോയിന്റ് y കോർഡിനേറ്റ് എത്രയാണ്? 0. അതിനുശേഷം ഇതിന്റെ ഈ പോയിന്റ് എക്സ് കോർഡിനേറ്റ് എന്താണ്? q ആണ്. അതിന്റെ ഈ രണ്ടാമത്തെ പോയിന്റ് എക്സ് കോർഡിനേറ്റ് 0 ആണ്. അപ്പൊ ഇതിന്റെ വാല്യൂ എത്ര വരുന്നത്? ഇതിന്റെ സ്ലോപ്പ് എത്ര വരുന്നത്? എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനീഷ്യൽ ബൈ ക്യൂ. ഇത് നമ്മൾ നേരത്തെ കണ്ടെത്തിയിരുന്നു. ആരാണത്? എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനീഷ്യൽ ബൈ ക്യൂ എന്ന് പറഞ്ഞാൽ ആരാണ്? വെലോസിറ്റി ആണ് അല്ലെ. അപ്പൊ ഇത് നമുക്ക് എന്താണ് പറയാം? വെലോസിറ്റി ആയിട്ട് പറയാം. അപ്പോൾ യൂണിഫോം മോഷനിലെ സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എന്താവും? വെലോസിറ്റി ആവും. നമുക്ക് ഓൾറെഡി അറിയാം സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് വെലോസിറ്റി ആണ് എപ്പോഴും. യൂണിഫോം മോഷൻ ആവുന്ന സമയത്ത് സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫും എന്തായിട്ട് കിട്ടും? വെലോസിറ്റി ആയിട്ട് കിട്ടും. അതാണ് ഞാൻ ഇവിടെ പ്രൂവ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തതായി നമുക്ക് വരയ്ക്കേണ്ടത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാം. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിട്ടാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അധികം പണിയൊന്നുമില്ല. നമുക്ക് എന്ത് വരച്ചാൽ സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ അല്ലേ. അപ്പോൾ ടൈം 0 സെക്കൻഡ് ആവുന്ന സമയത്ത് വെലോസിറ്റി എത്രയാണ്? പി മീറ്റർ പെർ സെക്കൻഡ്. ടൈം 0 സെക്കൻഡ് ആകുമ്പോൾ വെലോസിറ്റി പി മീറ്റർ പെർ സെക്കൻഡ്. ടൈം ക്യൂ സെക്കൻഡ് ആകുമ്പോൾ വെലോസിറ്റി എത്രയാണ്? പി മീറ്റർ പെർ സെക്കൻഡ്. ആ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ ഹോറിസോണ്ടൽ ലൈനാണ് വരിക. ഇനി ഇതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ് അല്ലേ. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. ഇതിന് സ്ലോപ്പ് ഉണ്ടോ? ഇതിന് ശരിവുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 0 ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതിനുശേഷം ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് നിങ്ങൾക്ക് എന്ത് പഠിച്ചിട്ടുണ്ട്? ഇതിന്റെ ഏരിയ എത്രയാണ്? ഈ പോയിന്റിലെ വെലോസിറ്റി എത്രയാണ്? പി മീറ്റർ പെർ സെക്കൻഡ്. കോൺസ്റ്റന്റ് വെലോസിറ്റി പിയിലല്ല മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ താഴെയുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എന്താണ്? പി ഇൻറ്റു ക്യൂ. അപ്പോൾ ഈ ഏരിയ ആണ് നമുക്ക് എന്ത് പറയാം? ഏരിയ ആണ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ആ ഡിസ്പ്ലേസ്മെന്റ് ആണ് ആര്? പി ഇൻറ്റു ക്യൂ. അത് അങ്ങനെ തന്നെ വരണം. കാരണം എന്താണ്? നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പി ഈസ് ഈക്വൽ ടു എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനീഷ്യൽ ബൈ ക്യൂ. നമ്മൾ നേരത്തെ കണ്ടിരുന്നു. എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനീഷ്യൽ ആരാ?
ആരാണല്ലോ പറയും ഡെൽറ്റ എക്സ് അല്ലെ. അപ്പൊ പി ഈക്വൽ ഡെൽറ്റ എക്സ് ബൈ ക്യൂ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എക്സ് എന്തായി പി ഇൻറ്റു ക്യൂ. രണ്ടും സെയിം തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. അതിനുശേഷം ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ് ചോദിക്കുന്നത്. അപ്പോൾ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും വരിക? ആക്സിലറേഷൻ ടൈം ഗ്രാഫ് കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ല മൂവ് ചെയ്യുന്നത്. കോൺസ്റ്റന്റ് വെലോസിറ്റി ആകുമ്പോൾ ആക്സിലറേഷൻ എത്രയാണ് ഉണ്ടാവുക? 0 ഉണ്ടാവും. ചേഞ്ച് ഇൻ വെലോസിറ്റി ഇല്ലല്ലോ. ചേഞ്ച് ഇൻ വെലോസിറ്റി ഇല്ലെങ്കിൽ ആക്സിലറേഷൻ ഉണ്ടാവും 0. അതുകൊണ്ട് ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ 0 വരുന്ന സമയത്ത് ആക്സിലറേഷൻ 0. ഇവിടെ ആക്സിലറേഷൻ ഇല്ല. ആക്സിലറേഷന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് പോകുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഏരിയ അണ്ടർ ആക്സിലറേഷൻ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്താണ്? ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. അപ്പൊ ഇവിടെ ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എത്രയാണ്? ഇതിനകത്ത് താഴത്തെ ഏരിയ ഉണ്ടോ? ഏരിയ ഇല്ല. ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണ്? 0 ആണ് അല്ലേ? ചേഞ്ച് ഇൻ വെലോസിറ്റി 0 ആകണം. കാരണം എന്താ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. പ്രധാനമായിട്ടും ഇപ്പൊ നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫും ആക്സിലറേഷൻ ടൈം ഗ്രാഫും ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് നമ്മൾ പഠിച്ചു. അതിന്റെ കൂടെ നിങ്ങൾ എന്തും പഠിക്കണം. യൂണിഫോം മോഷൻ ആവുന്ന സമയത്ത് സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫും നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കണ്ടെത്താൻ പറ്റും. ശ്രദ്ധിക്കുക, ഞാൻ യൂണിഫോം മോഷനിലാണ് പറയുന്നത്. യൂണിഫോം മോഷനിലാവുമ്പോഴാണ് സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എന്തായി കിട്ടുന്നത്? വെലോസിറ്റി ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എ പാർട്ടിക്കിൾ അറ്റ് റെസ്റ്റ് ഈസ് ആക്സിലറേറ്റഡ് ഫോർ ടൈം t1 വിത്ത് ആക്സിലറേഷൻ a1 ആൻഡ് ഫോർ ടൈം t2 വിത്ത് ആക്സിലറേഷൻ a2. ഫൈൻഡ് ദ ആവറേജ് ആക്സിലറേഷൻ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഗ്രാഫ് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഇതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുകയാണ്. എന്ത് ഗ്രാഫാണ് വരയ്ക്കുന്നത്? വെലോസിറ്റി ടൈം ഗ്രാഫ്. സാർ പക്ഷെ വെലോസിറ്റി ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. മെൻഷൻ ചെയ്യണ്ട. നമുക്ക് അവർ എന്താ മെൻഷൻ ചെയ്തത്? ആക്സിലറേഷനും ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ? A1 t1 സെക്കൻഡില് A1 ആക്സിലറേഷൻ ആണ്. അടുത്ത t2 സെക്കൻഡില് അത് A2 ആക്സിലറേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അതിന്റെ ഗ്രാഫ് എങ്ങനെയാണ് ഉണ്ടാവും. ആദ്യം ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഇത് പാർട്ടിക്കിൾ അറ്റ് റെസ്റ്റ്. പാർട്ടിക്കിൾ ആദ്യം എന്തിനാണുള്ളത്? റെസ്റ്റിലാണ്. റെസ്റ്റിലാകുമ്പോൾ അതിന്റെ വെലോസിറ്റി എന്താണ്? 0 ആണ്. അതിനുശേഷം അത് ആക്സിലറേറ്റ് ചെയ്യാണ്. എത്ര ആക്സിലറേഷൻ? A1 ആക്സിലറേഷൻ അല്ലെ? A1 ആക്സിലറേഷന് t1 സെക്കൻഡിൽ A1 ആക്സിലറേഷൻ t1 സെക്കൻഡിൽ പോവാണ്. അതായത് ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ. നമുക്കറിയാം കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആകുമ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ഇതാണ് A1 ആക്സിലറേഷനുള്ള ആ ഗ്രാഫ്. ഇത് എത്ര സെക്കൻഡ് വരെ ഇങ്ങനെ പോകുന്നുണ്ടെന്നാ പറഞ്ഞത് ക്വസ്റ്റ്യനിൽ ഇവിടെ വെലോസിറ്റി എത്ര വരണം? v1 എന്ന് ഞാൻ പറയാണ്. v1 എന്നത് ഇതിന്റെ ഫൈനൽ വെലോസിറ്റി ആണെന്ന് ഞാൻ പറയാം. ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി v1 എന്ന് ഞാൻ പറയാം. അപ്പൊ അങ്ങനെ നമ്മൾ പറയുന്നത് ഇവിടെ നിന്നും ഇങ്ങോട്ട് എടുത്ത സമയം അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് എത്രയാണ്? t1 സെക്കൻഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത സമയം t1 സെക്കൻഡിൽ A1 ആക്സിലറേഷൻ. അടുത്തത് എന്താ പറഞ്ഞത്? t2 സെക്കൻഡിൽ A2 ആക്സിലറേഷൻ അല്ലെ? t2 സെക്കൻഡിൽ A2 ആക്സിലറേഷൻ. അപ്പൊ അത് വേറെ ആക്സിലറേഷൻ ആയതുകൊണ്ട് ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫിൽ അതും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം. ഞാൻ സാർ ഇങ്ങനെയാണെന്ന് മനസ്സിലായി, ഇങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ അത് ഇങ്ങനെ ആയിരിക്കാം, ചിലപ്പോൾ അത് ഇങ്ങനെ ആയിരിക്കാം അല്ലെ? എങ്ങനെ വേണമെങ്കിൽ ആയിരിക്കാം. ഞാൻ തൽക്കാലം ഗ്രാഫിക്കലി ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാണ്. ഇങ്ങനെയാണ് പറയുന്നത്. ഇതാണ് A2 ആക്സിലറേഷൻ. ഒരു കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പൊ അടുത്ത കോൺസ്റ്റന്റ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് A2 ആണ്. ആ A2 എടുത്ത സമയം എത്രയാണ്? t2 സെക്കൻഡ്. A2 ആക്സിലറേഷൻ ഇങ്ങനെ സംഭവിച്ചു പോയത് t2 സെക്കൻഡിലാണ് പറയുന്നുണ്ട്. ടൈം t2 A2 ആക്സിലറേഷൻ പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ എന്താ വരാ? ഇവിടെ വരാ v2 ആയിരിക്കും. ഇവിടെ v2 ആയിരിക്കും വരാം. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. v1 v2 ഞാൻ കൊടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഇവിടെ A1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A1 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം. ഇവിടെ ഫൈനൽ വെലോസിറ്റി v1, ഇനീഷ്യൽ വെലോസിറ്റി 0. അപ്പോൾ v1 മൈനസ് 0 എത്ര സമയം എടുത്തു? t1. അതായത് A1 എന്ന് പറയുന്നത് v1 ബൈ t1 ആണ്. A1 v1 ബൈ t1 ആണെങ്കിൽ v1 എത്രയാവും? A1 t1 ആവും. ഓക്കെ. ഇനി രണ്ടാമത് A2 എത്രയാണെന്ന് പറഞ്ഞേ? A2 എന്ന് പറഞ്ഞാൽ എന്താ വരാം? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. എത്രയാണ് A2ന്റെ? v2 മൈനസ് v1
v2 മൈനസ് v1 ഡിവൈഡ് ബൈ a2 എത്ര സെക്കൻഡ് എടുത്തത് t2 സെക്കൻഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ v2 എന്ന് പറയുന്നത് a2 t2 പ്ലസ് v1 എന്ന് പറയാൻ പറ്റും. a2 t2 പ്ലസ് v1 എന്ന് പറയാൻ പറ്റും. അതായത് ഇവിടെ മേലെയുള്ള സാധനം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ v2 എന്താന്ന് പറയാൻ പറ്റും? v2 will be equal to a2 t2 പ്ലസ് v1. v1 എത്രയാണെന്ന് കിട്ടി? a1 t1 ആണ് കിട്ടി. സോ ഇതൊക്കെ എന്തിനാ ചെയ്തത് ഇപ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം നോക്കിയാൽ മനസ്സിലാവും. അതായത് ഇവിടെ ആവറേജ് ആക്സലറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ആവറേജ് ആക്ഷൻ സിമ്പിൾ ഇങ്ങനെ മേലെ ഒരു ലൈൻ വരയ്ക്കും, അല്ലെങ്കിൽ ഇങ്ങനെയും വരയ്ക്കും. രണ്ടും NCERT യൂസ് ചെയ്യുന്നുണ്ട്. ഏതാന്ന് വെച്ചാൽ യൂസ് ചെയ്യും. അപ്പോൾ ആവറേജ് ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ എന്താ വരാം? ഫൈനൽ വെലോസിറ്റി. ഇവിടെ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? ഗ്രാഫിന്റെ മൊത്തത്തിലുള്ള ആവറേജ് ആക്സലറേഷൻ ചോദിച്ചത് അല്ലെ. അപ്പോൾ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? v2. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0. ഇനീഷ്യലി 0 മീറ്റർ പെർ സെക്കൻഡ്, അവസാനം v2. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v2 മൈനസ് 0. എത്ര സമയം എടുത്തു സാർ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ t1 സെക്കൻഡ്, ഇവിടെ നിന്നും ഇങ്ങോട്ട് പോകാൻ t2 സെക്കൻഡ്. അപ്പൊ എത്ര സമയം എടുത്തു സാർ? t1 പ്ലസ് t2 എടുത്തു. അപ്പൊ ഇവിടെ t1 പ്ലസ് t2 എന്ന് പറയാൻ പറ്റും. t1 പ്ലസ് t2. അപ്പൊ v2 ബൈ t1 പ്ലസ് t2 എന്നായി. v2 ഡിവൈഡ് ബൈ t1 പ്ലസ് t2 എന്നായി. അപ്പൊ v2 നമ്മൾ ഇവിടെ കണ്ടെത്തി. എത്രയാണ് v2 എന്ന് പറഞ്ഞാൽ? a2 t2 പ്ലസ് a1 t1. അല്ലെങ്കിൽ എന്ത് പറയുമ്പോൾ v2 എന്ന് പറഞ്ഞാൽ a1 t1 പ്ലസ് a2 t2. അപ്പോൾ ഡിവൈഡ് ബൈ t1 പ്ലസ് t2. ഇതാണ് ആവറേജ് ആക്സലറേഷൻ. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് ഒരു a1 ആക്സലറേഷനിൽ പോയി, പിന്നെ അതിന്റെ a2 ആക്സലറേഷനായി. അങ്ങനെയാണ് അതിന്റെ ആവറേജ് ആക്സലറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് പറയാം? a1 t1 പ്ലസ് a2 t2 ബൈ t1 പ്ലസ് t2 ആണ് അതിന്റെ ആവറേജ് ആക്സലറേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടത്? ആവറേജ് ആക്സലറേഷൻ ഈ ഗ്രാഫ് വരച്ച് നോക്കാം. v2 ഡിവൈഡഡ് ബൈ t1 പ്ലസ് t2 എന്ന് വരും. അപ്പൊ v2 കാണണം. അപ്പൊ v2 എങ്ങനെ കാണാം? അപ്പൊ v2 കാണണമെങ്കിൽ നമ്മൾ പറയും ഓക്കെ, ഇവിടെ a1 a2 ആണ് തന്നിട്ടുള്ളത്. അപ്പൊ വെറുതെ a1 കണ്ടെത്തി നോക്കി. a1 കണ്ടെത്തി v1 ബൈ t1 കിട്ടി. a2 നോക്കിയപ്പോൾ കിട്ടിയത് v2 മൈനസ് v1 ബൈ t2. അപ്പൊ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരണം ഓക്കെ, ഇങ്ങനെ ഇതിൽ നിന്ന് v2 എന്ന് പറഞ്ഞാൽ a2 t2 പ്ലസ് v1 ആണ്. പക്ഷെ v1 അറിയില്ലല്ലോ. v1 എവിടെ കാണാൻ പറ്റും? ഇവിടുത്തെ ഇക്വേഷൻ നിന്ന് v1 a1 t1 എന്ന് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് v2 കണ്ടെത്തിയിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ നിങ്ങൾ ആലോചിക്കാം. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ അറ്റ് റെസ്റ്റ് എന്നല്ലേ പറഞ്ഞത്? ഞാൻ അറ്റ് റെസ്റ്റ് ഒഴിവാക്കിയാലോ? അറ്റ് റെസ്റ്റ് ഒഴിവാക്കിയെന്ന് സംഭവിക്കാം. എ പാർട്ടിക്കിൾ ഈസ് ആക്സിലറേറ്റഡ് ഫോർ ടൈം t1. പാർട്ടിക്കിൾ റെസ്റ്റിലാണെന്ന് പറഞ്ഞാലേ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വെലോസിറ്റി ടൈം ഗ്രാഫ് റെസ്റ്റിലാണെന്ന് പറഞ്ഞാലേ ഈ 0 മീറ്റർ പെർ സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്തുണ്ടാക്കി അറ്റ് റെസ്റ്റിന് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുന്നില്ല. പാർട്ടിക്കിൾ ഈസ് ആക്സിലറേറ്റഡ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഗ്രാഫ് എങ്ങനെ വരും? റെസ്റ്റിൽ നിന്നാണെന്ന് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കണം. അപ്പൊ ഇവിടെ a1 ആക്സിലറേഷനിൽ പോവുകയാണ്. അപ്പൊ ഇത് ഇവിടെയുള്ള ഇനീഷ്യൽ വെലോസിറ്റി v1 എന്ന് പറയാം, ഇവിടെയുള്ള വെലോസിറ്റി v2 ആണ് വിചാരിക്കാം. a1 ആക്സിലറേഷൻ. ഇവിടെയുള്ള ഈ സെക്കൻഡ് എത്രയാണ്? t1 ആണ്. അതിനുശേഷം അത് a2 ആക്സിലറേഷൻ. a2 ആക്സിലറേഷൻ ഇങ്ങനെ, ഇത് v3 ആണ് വിചാരിക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് എത്താനുള്ള സമയം t2 ആണെന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ a2 ആക്സിലറേഷൻ. ഇനി ഇതിന്റെ ആവറേജ് ആക്സിലറേഷൻ ചോദിച്ചാൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക്? ഇവിടെ ആവറേജ് ആക്ഷൻ എന്താ വരാം? ആവറേജ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? v3. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? v1. അപ്പൊ v3 മൈനസ് v1 എത്ര സെക്കൻഡ് എടുത്തു? t1 സെക്കൻഡ് t2 സെക്കൻഡ്. ടോട്ടൽ സെക്കൻഡ് t1 പ്ലസ് t2. ഇനി അതിൽ നിന്ന് v3 മൈനസ് v1 എത്രയാണ് നമ്മൾ കണ്ടെത്തണം. അപ്പൊ നമുക്ക് ആകെ ഉള്ളത് എന്താണ്? a1 a2. ക്വസ്റ്റ്യനിൽ v3 v1 എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ക്വസ്റ്റ്യൻ എന്താ മെൻഷൻ ചെയ്തത്? a1 a2 ഒക്കെയാണ് മെൻഷൻ ചെയ്തത്. അതുകൊണ്ട് നമ്മൾ വെറുതെ എന്താക്കാം? a1 a2 കണ്ടെത്തി നോക്കാം. അപ്പൊ a1 നോക്കും. a1 എന്താ വന്നത്? a1 എന്ന് പറയുന്നത് v2 മൈനസ് v1 ഡിവൈഡ് ബൈ t1 ആണ്. v2 മൈനസ് v1 ഡിവൈഡ് ബൈ t1 ആണ്. ഇനി a2 എത്രയാണ്? വെറുതെ കണ്ടെത്തി നോക്കുക. വെറുതെ കണ്ടെത്താറ്, എല്ലാം വെറുതെ കണ്ടെത്താണ്. അപ്പൊ a2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? v3 മൈനസ് v2. v3 മൈനസ് v2 ഡിവൈഡ് ബൈ എത്ര സമയം എടുത്തത്? t2. അപ്പൊ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് നോക്കണം. ഓക്കെ, ഇപ്പൊ v3യും v1ഉം നമുക്ക് ഇതിന് കണ്ടെത്താൻ പറ്റണം. അപ്പൊ നമ്മള് ഇരുന്നും ഇപ്പൊ ലാസ്റ്റ് ചെയ്ത ഇക്വേഷൻ നമ്മൾ v3 എന്ന് പറഞ്ഞാൽ എത്രയാണ് എഴുതാൻ പറ്റും? v3 എന്ന് പറഞ്ഞാൽ a2 t2 പ്ലസ് v2 എന്ന് വരും അല്ലേ? ഈ t2 കൊണ്ട് പോയി a3 t2 v2 കൊണ്ട് പോകുമ്പോൾ പ്ലസ് v2. അപ്പൊ v3 ഈസ് ഈക്വൽ ടു a2 t2 പ്ലസ്
V2 എന്ന്. അപ്പോൾ ഇവിടെ V3 മൈനസ് V1 ഇല്ല, V3 ആളെ കിട്ടി. എത്രയാണ്? A2 T2 പ്ലസ് V2 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? V1 ആണ്. അപ്പോൾ V1 നമ്മൾ ഇന്ന് കണ്ടെത്തി നോക്കിയാലോ? ഓക്കെ, കണ്ടെത്തി നോക്കാം. V1 ഇവിടുന്ന് കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ A1 T1 മൈനസ് V2 ആണ് മൈനസ് V1. അപ്പം V1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? V1 എന്ന് പറഞ്ഞാൽ V2 മൈനസ് A1 T1 വരും. V1 is equal to V2 മൈനസ് A1 T1 വരും. അപ്പോൾ ഇവിടെ V3 കിട്ടി, V1 കിട്ടി. അങ്ങനെയാണെങ്കിൽ ആവറേജ് ആക്ഷൻ V3 എന്ന് പറഞ്ഞാൽ A2 T2 പ്ലസ് V2. ഇതാണ് ആര്? V3 മൈനസ് V1 ആരാണ്? V2 മൈനസ് A1 T1. ഇതാണ് V1 അല്ലേ? V2 മൈനസ് A1 T1 ഡിവൈഡ് ബൈ എന്ത് വന്നു? T1 പ്ലസ് T2. അപ്പൊ എന്ത് ചെയ്യും? V2 മൈനസ് V2 പോയി, ബാക്കി എന്താ ഉള്ളത്? A2 T2 മൈനസ് മൈനസ് A1 T1. അപ്പൊ എന്താവും? പ്ലസ് ആവും. അപ്പൊ ഇവിടെ ഉത്തരം എന്ത് വരും? A1 T1 പ്ലസ് A2 T2 ഡിവൈഡ് ബൈ T1 പ്ലസ് T2. അങ്ങനെയാവും ഉത്തരം. അപ്പൊ നമ്മൾ രണ്ട് ഉത്തരം നോക്കുമ്പോൾ സെയിം ആണ്. അതായത് റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും അല്ലെങ്കിൽ വേറൊരു വെലോസിറ്റിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും അതിന്റെ ആവറേജ് ആക്സഷൻ എന്താ വരുന്നത്? A1 T1 പ്ലസ് A2 T2 ഡിവൈഡ് ബൈ T1 പ്ലസ് T2 എന്നാണ് വരുന്നത്. അപ്പൊ നിങ്ങളത് ഇക്വേഷൻ പഠിച്ചു വെക്കണം എന്ന് ഞാൻ പറയില്ല, പകരം ഒന്ന് മനസ്സിലാക്കി വെക്കുക, എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഒരു പ്രോബ്ലം ചെയ്യാം. ഇത് ഒരു സെറ്റ് ഓഫ് പ്രോബ്ലംസ് ചെയ്യാൻ എളുപ്പമാക്കുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ആൽഫ ബീറ്റ ടൈപ്പ് പ്രോബ്ലം എന്ന് പറയും. കുറേ ടൈപ്പ് പ്രോബ്ലംസ് നമുക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു ഫോർമുല ഉപയോഗിച്ച് കുറച്ച് സെറ്റ് ഓഫ് ഫോർമുലാസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ പറയുന്നത് എന്താണ്? പാർട്ടിക്കിൾ ആക്സിലറേറ്റ് അറ്റ് ആൽഫ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഒരു പാർട്ടിക്കിൾ ആൽഫ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ ആക്സിലറേറ്റ് ചെയ്യണം. ആക്സിലറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്പീഡ് കൂടാണ്. ഫ്രം റെസ്റ്റ്, ആദ്യം റെസ്റ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ റെസ്റ്റിലാവുമ്പോൾ വെലോസിറ്റി എന്താവും? 0 ആവും. ഫോർ T1 സെക്കൻഡ്. അപ്പോൾ T1 സെക്കൻഡ് വരെയാണ് ആൽഫ ആക്സിലറേഷൻ ഉള്ളത്. Then it retards at a beta meter per second squared for T2 seconds and comes to rest. അതിനുശേഷം അത് റിട്ടാർഡ് ചെയ്യാണ്. റിട്ടാർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്പീഡ് കുറഞ്ഞു പോവാണ്. ഓക്കെ, അറ്റ് ബീറ്റ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ്. ആ റിട്ടാർഡേഷന്റെ ആക്സിലറേഷന്റെ വാല്യൂ എത്രയാണ്? ബീറ്റ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് ആണ്. ഫോർ T2 സെക്കൻഡ്. T2 സെക്കൻഡ് വരെയാണ് ഈ ആക്സിലറേഷൻ ഉള്ളത്. അതിനുശേഷം റെസ്റ്റിലേക്ക് വരികയാണ്. ഫസ്റ്റത്തെ ചോദ്യം ഡ്രോ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഞാൻ അവിടെ വരച്ചിട്ടുണ്ട് വെലോസിറ്റി y ആക്സിൽ, ടൈം x ആക്സിൽ. അങ്ങനെയാണ് ഇതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. അങ്ങനെയാണ്. അപ്പം നമുക്കറിയാം എ പാർട്ടിക്കിൾ, ഇത് ട്രെയിൻ ആണ്, എ പാർട്ടിക്കിൾ ആക്സിലറേറ്റ്സ് അറ്റ് ആൽഫ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് ഫ്രം റെസ്റ്റ്. റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം അത് റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം അത് ആക്സിലറേറ്റ് ചെയ്യാണ്, അതായത് സ്പീഡ് കൂടാണ്. അതായത് വെലോസിറ്റി എന്താ ചെയ്യാം? കൂടാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം യൂണിഫോം ആക്സിലറേഷൻ ആവുന്ന സമയത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ഉണ്ടാവുക. അത് എത്ര സമയം വരെയാണ് ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്ത് പോകുന്നത്? ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്ത് പോകുന്നത് അത് T1 സെക്കൻഡ് വരെയാണ്. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ എടുത്തത് T1 സെക്കൻഡ്സ് ആണ്. ഇവിടെ മുതൽ ഇവിടെ വരെ എടുത്തത്. ആൽഫ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് ആണ് ഇതിന്റെ ആക്സിലറേഷൻ. ഓക്കെ, അതിനുശേഷം എന്ത് സംഭവിച്ചു? ദെൻ ഇറ്റ് റിട്ടാർഡ്സ്. അതിനുശേഷം അതിന്റെ സ്പീഡ് കുറയാണ് അറ്റ് ബീറ്റ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ്. അതിനുശേഷം അതിന്റെ സ്പീഡ് കുറയാണ്. ഇപ്പൊ സ്പീഡ് കുറഞ്ഞ് അത് T2 സെക്കൻഡിൽ അല്ലെ, T2 സെക്കൻഡ് എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെ, അത് T2 സെക്കൻഡ്. ഇവിടുന്ന് ഇങ്ങോട്ട് നീങ്ങാനുള്ള സമയം T2 സെക്കൻഡ്. ആ സമയത്തുള്ള ആക്സിലറേഷൻ ബീറ്റ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, T1 സെക്കൻഡ്, T2 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് എന്താണ്? ഡ്രോ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഇതാണ് അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരാം. സിമ്പിൾ ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഫൈൻഡ് മാക്സിമം വെലോസിറ്റി. ഇതിന്റെ മാക്സിമം വെലോസിറ്റി കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മാക്സിമം വെലോസിറ്റി കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതാണ് ഇതിന്റെ മാക്സിമം വെലോസിറ്റി ആയിട്ട് വരാം. ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y ആക്സിന്റെ വാല്യൂ ആണ് നമുക്ക് മാക്സിമം വെലോസിറ്റി V max എന്ന് വിളിക്കാം.
അപ്പൊ ഈ വി മാക്സ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഒന്ന് സ്ലോപ്പും പിന്നെ ഒന്ന് ഏരിയ അണ്ടർ ദ ഗ്രാഫും. അപ്പോൾ നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് വെറുതെ കണ്ടു നോക്കാം. കാരണം ഒരു ഗ്രാഫിൽ നമുക്ക് രണ്ട് കാര്യങ്ങളെ കാണാൻ അറിയുള്ളൂ, ഒന്ന് സ്ലോപ്പ്, ഒന്ന് ഏരിയ അണ്ടർ ദ ഗ്രാഫ്. തൽക്കാലം നമുക്ക് സ്ലോപ്പ് കണ്ടു നോക്കാം. അപ്പോൾ ഈ സ്ലോപ്പ് നോക്കുന്ന സമയത്ത് ഇവിടുത്തെ സ്ലോപ്പ് വെലോസിറ്റി, സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ആരാണ്? സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് അത് ആരാണ്? ആക്സിലറേഷൻ ആണ് അല്ലേ? അത് ആക്സിലറേഷൻ ആണ് ഈ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള ഈ സ്ലോപ്പ് അത് ആരാണ്? ആൽഫയാണ്. ആൽഫയാണ് ഇതിന്റെ ആക്സിലറേഷൻ അല്ലേ? ആൽഫ ആണ് ആക്സിലറേഷൻ, ഇതിന്റെ സ്ലോപ്പ് ആരാണ്? ആൽഫയാണ്. അപ്പം ആൽഫ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അതായത് ഈ ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താക്കി എഴുതാം? ഈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്, അല്ലെങ്കിൽ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഒരു ഗ്രാഫിൽ y1 y2 എന്ന് പറയുന്ന പോയിന്റ്സ് ഉണ്ടെങ്കിൽ 1 2 എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ് ഉണ്ടെങ്കിൽ അതിന്റെ സ്ലോപ്പ് ഇങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ആൽഫ എന്ന് പറയുന്നത് വി മാക്സ് അതാണ് y2, ഇവിടുന്ന് തുടങ്ങുന്നത് ഒറിജിനിൽ നിന്നാണ് തുടങ്ങുന്നത്, അതുകൊണ്ട് y1 എന്താവും? 0 ഡിവൈഡ് ബൈ x2 എത്രയാണ്? ഇവിടെ മുതൽ ഇവിടെ സമയം t1, ഇവിടെ സമയം 0 സെക്കൻഡ്, അപ്പൊ ഇവിടുത്തെ സമയം t1 സെക്കൻഡ് ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ t1 മൈനസ് ഇനീഷ്യൽ സമയം 0. അപ്പൊ ഇവിടെ ആൽഫ എന്ന് പറയുന്നത് നമുക്ക് എന്താന്ന് കിട്ടി? വി മാക്സ് ബൈ t1 എന്ന് കിട്ടി. അതായത് നമുക്ക് എന്താക്കി പറയാം? വി മാക്സ് എന്ന് പറയുന്നത് ആൽഫ t1 എന്ന് പറയാൻ പറ്റും. വി മാക്സ് ഈക്വൽസ് ആൽഫ t1. സാർ ഇങ്ങനെ ഈ ഭാഗത്ത് മാത്രമാണല്ലോ സാർ നോക്കിയത്, സാർ എന്താ ഈ സ്ട്രെയിറ്റ് ലൈൻ കൺസിഡർ ചെയ്യാത്തത്? അവിടെയും കൺസിഡർ ചെയ്യാം. അപ്പൊ അവിടെ കൺസിഡർ ചെയ്ത് എന്താ സംഭവിക്കാൻ നോക്കാം. അവിടെ കൺസിഡർ ചെയ്യാം. ഇവിടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സ്ലോപ്പ് നെഗറ്റീവ് ആണ്. എന്താ സാർ സ്ലോപ്പ് നെഗറ്റീവ് ആകാൻ കാരണം? സ്ലോപ്പ് ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൽ സ്ലോപ്പ് ആരാണ്? ആക്സിലറേഷൻ ആണ്. അപ്പൊ ആക്സിലറേഷൻ എന്താവും? നെഗറ്റീവ് ആവും. സാർ ആക്സിലറേഷൻ എന്താ നെഗറ്റീവ് ആവാൻ കാരണം? കാരണം ഇതിന്റെ വെലോസിറ്റി കുറഞ്ഞു വരാം. എടാ വെലോസിറ്റി 10ൽ നിന്ന് 2ലേക്ക് പോവാണ്. വെലോസിറ്റി 10ൽ നിന്ന് 2ലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ആക്സിലറേഷന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ dv ബൈ dt. അപ്പോൾ വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ നെഗറ്റീവ് ആവും. അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ ആക്സിലറേഷനെ നമുക്ക് മൈനസ് ബീറ്റ എന്ന് എടുക്കാം, കാരണം ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. അതിനുശേഷം ഇതിന്റെ സ്ലോപ്പ് എന്താണ്? y2 എത്രയാണ്? y2 0 ആണ്. 0 മൈനസ് y1 എത്രയാണ്? y1 എന്ന് പറയുന്നത് വി മാക്സ് ആണ്, ഡിവൈഡ് ബൈ x2 എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? t1 ആണ്. ഇവിടെ t1 ആണ് വരിക. ഇവിടെ എന്താ വരിക? ഇവിടെ മുതൽ ഇവിടെ വരെ t1, ഇവിടെ മുതൽ ഇവിടെ വരെ t2. ഇവിടെ എന്താ വരിക? t1 പ്ലസ് t2 എന്ന് വരാം. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ മുതൽ ഇവിടെ വരെ t1, ഇവിടെ മുതൽ ഇവിടെ വരെ t2. അപ്പൊ ഇങ്ങോട്ട് t1 സെക്കൻഡ്, അതിനുശേഷം ഇവിടെ എത്തുന്ന സമയത്ത് അത് t1 ഇവിടെ വരെ ഉള്ളൂ, അതിനുശേഷം t1 പ്ലസ് t2 ആണ്. ഈ പോയിന്റ് എന്ന് പറയുന്നത് t1 പ്ലസ് t2 ആണ്. അതുകൊണ്ട് y2 മൈനസ് y1, x2 എന്ന് പറയുന്നത് t1 പ്ലസ് t2 മൈനസ് ഇവിടെ x1 എത്രയാണ്? ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ x1 എന്ന് പറയുന്നത് t1 ആണ്. അതുകൊണ്ട് മൈനസ് t1 എന്ന് പറയാം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് പറയാം മൈനസ് ബീറ്റ ഈക്വൽസ് നെഗറ്റീവ് ബീറ്റ ഈക്വൽസ് നെഗറ്റീവ് വി മാക്സ് ഡിവൈഡ് ബൈ t1 മൈനസ് t1 പോയി, ബാക്കി എന്താ ഉള്ളത്? t2. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം വി മാക്സ് ഈക്വൽസ് നെഗറ്റീവ് ക്യാൻസൽ ചെയ്ത് പോയി ബീറ്റ t2. അപ്പൊ വി മാക്സ് നമുക്ക് രണ്ട് ഇക്വേഷൻ പറയാം, ഒന്നുകിൽ ആൽഫ t1 എന്ന് പറയാം, അല്ലെങ്കിൽ ബീറ്റ t2 എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് ആലോചിക്കാം. നമ്മൾ ആകെ നോക്കിയത് സ്ലോപ്പ് കാണാന്നുള്ളതാണ്. സ്ലോപ്പ് കാണാൻ നിങ്ങൾ ഇതിനു മുമ്പ് കുറേ പ്രോബ്ലംസ് നിങ്ങൾ അറിയാം. അപ്പൊ അതുകൊണ്ട് അത് പേടിക്കാനില്ല എന്ന് വിചാരിക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മൂന്നാമത് എന്താ ചോദിച്ചിരിക്കുന്നവര്? ഫൈൻഡ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അറിയുന്ന കാര്യം എന്താണ്? ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് സ്ലോപ്പ് അറിയാം, രണ്ടാമതായിട്ട് അതിന്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് നോക്കാൻ അറിയാം. അപ്പൊ നമുക്ക് എന്താക്കാം? ആദ്യം ഈ സ്ലോപ്പ് കാണാം, ആദ്യം ഈ ഏരിയ കാണാം, ഏരിയ അണ്ടർ ദ ഗ്രാഫ്, ഈ ഏരിയ കാണാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഏരിയ കാണാം. ആ രണ്ട് ഏരിയ കൂടി ആഡ് ചെയ്താൽ എന്തായി? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആയി. എടാ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ആരാണ്? ഡിസ്പ്ലേസ്മെന്റ്. ഞാൻ ഇവിടെ ചെയ്താ ഏരിയ അണ്ടർ, ഇതാണ് ഐഡിയ. ഏരിയ അണ്ടർ
വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ആദ്യം സ്ലോപ്പ് ഉപയോഗിച്ച് ആക്സഷൻ കണ്ടെത്തി, ആക്സഷൻ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ നമുക്ക് ഇനി എന്താ ഉള്ളത്? ഏരിയ കണ്ടാൽ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. അപ്പോൾ ആദ്യം ഇതിന്റെ അടിയിലുള്ള ഏരിയ അതിനെ ഞാൻ ഡെൽറ്റ എക്സ് വൺ എന്ന് വിളിക്കുകയാണ്, ഇവിടെ ഡെൽറ്റ എക്സ് വൺ വിളിക്കുകയാണ്, ഇതിനെ ഞാൻ ഡെൽറ്റ എക്സ് ടു എന്ന് വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എക്സ് വൺ എന്ന് പറയുന്ന ഏരിയ എത്ര വരും? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയി, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഹാഫ് ഓഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. സോ ഹാഫ് മൾട്ടിപ്ലൈഡ് ബൈ ഈ ലെങ്ത് എത്രയാണ്? T1. എല്ലാവരും പഠിച്ചു പോയല്ലോ, എല്ലാവരും നന്നായി പഠിച്ചു പോയില്ലേ? ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് എത്രയാണ് ഇതിന്റെ ഹൈറ്റ്? വി മാക്സ്. വാവ്, സിമ്പിൾ ആയിട്ട് കിട്ടാൻ തുടങ്ങി, സാറിന്റെ ആവശ്യമില്ല, സാറ് പോയിക്കോളി. ഡെൽറ്റ എക്സ് ടു, ഡെൽറ്റ എക്സ് ടു എന്താണ്? ഈ ഏരിയ ആണ് അല്ലേ? അപ്പൊ ഈ ഏരിയ പറഞ്ഞ ഹാഫ് ഇൻറ്റു ബേസ്. ഈ ബേസ് എത്രയാണ്? ഈ ലെങ്ത് T2 ആണ്. സോ T2 മൾട്ടിപ്ലൈഡ് ബൈ ഹൈറ്റ്. ഹൈറ്റ് ഇപ്പോഴും എത്രയാണ്? വി മാക്സ് ആണ് അല്ലേ? ഇതിലെ ഹൈറ്റ് വി മാക്സ്. സോ നമുക്ക് എന്ത് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് പറയാം? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് വൺ പ്ലസ് ഡെൽറ്റ എക്സ് ടു. ഡെൽറ്റ എക്സ് വൺ എത്രയാണ്? വി മാക്സ് T1/2 പ്ലസ് ഡെൽറ്റ എക്സ് ടു എത്രയാണ്? വി മാക്സ് T2/2. അതായത് നമുക്ക് എന്ത് ചെയ്താം? ഇത് വി മാക്സ് ബൈ 2 ഇൻറ്റു T1 പ്ലസ് T2 എന്ന് എഴുതാം. ആരെ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, നമുക്ക് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ നമുക്ക് എന്ത് ഉപയോഗിച്ചാൽ മതി? ഏരിയ ഉള്ളത് ഗ്രാഫ് ഉപയോഗിച്ചാൽ മതി. അതിനുശേഷം നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് ആവറേജ് വെലോസിറ്റി. നാലാമത്തെ ക്വസ്റ്റ്യനിലെ ആവറേജ് വെലോസിറ്റിയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ആരും പഠിക്കേണ്ടില്ല, ഇവിടെ എല്ലാ സ്പേസ് കുറേ ഉണ്ട്. ആവറേജ് വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി സിമ്പിൾ, ദിസ് ഈസ് ദ സിമ്പിൾ ഓഫ് ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണുന്നത്, ടോട്ടൽ ആവറേജ് വെലോസിറ്റി, അതായത് എൻറ്റയർ മോഷന്റെ ആവറേജ് വെലോസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കാണും. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താക്കിയാൽ ഇങ്ങനെ ഡെൽറ്റ EX1 പ്ലസ് ഡെൽറ്റ EX2 ഡിവൈഡ് ബൈ T1 പ്ലസ് T2 അല്ലേ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർ ഇങ്ങനെ പഠിക്കാം. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഡെൽറ്റ x1 പ്ലസ് ഡെൽറ്റ x2 ഡിവൈഡ് ബൈ T1 പ്ലസ് T2. സോ ദിസ് വിൽ ബി ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ x1 പ്ലസ് ഡെൽറ്റ x2 നമ്മൾ കണ്ടെത്തിയത്. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ x1 പ്ലസ് ഡെൽറ്റ x2 നമ്മൾ എന്താണ് കണ്ടെത്തിയത്? Vmax ബൈ 2 ഇൻറ്റു T1 പ്ലസ് T2. സോ അത് ഞാനിവിടെ ഇതാണ് Vmax ബൈ 2 ഇൻറ്റു T1 പ്ലസ് T2 ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം എത്രയാണ്? T1 പ്ലസ് T2. സോ ഇവിടെ എന്താ? T1 പ്ലസ് T2 എന്നായി. അതായത് ഇതിന്റെ ആവറേജ് വെലോസിറ്റി എന്ന് നമ്മൾ പറയുന്നത് T1 പ്ലസ് T2, T1 പ്ലസ് T2 ക്യാൻസൽ ചെയ്തു. നമുക്ക് എന്താണ് പറയാൻ പറ്റും? Vmax ബൈ 2 ആണ് ഇതിന്റെ ആവറേജ് വെലോസിറ്റി എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ എപ്പോഴെങ്കിലും ക്വസ്റ്റ്യനിൽ അവർ പറയണം, ബോക്സ് ആക്കണ്ട. ബോക്സ് ഞാൻ അവസാനം എല്ലാ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് അവസാനം നമുക്ക് നോക്കാം. തൽക്കാലം ഇങ്ങനെ രണ്ട് അണ്ടർലൈൻ ഉണ്ടാകും. ചിഞ്ചിങ് എന്തിനാ അറിയില്ല, പണ്ട് മുതലേ ടീച്ചർമാർ പഠിപ്പിക്കുന്നു അണ്ടർലൈൻ ലൈൻ. ഓക്കെ, നമ്മൾ ആ ഒരു ട്രഡീഷൻ റെസ്പെക്ട് ചെയ്തുകൊണ്ട് രണ്ട് അണ്ടർലൈൻ ഇട്ടു. സോ ആവറേജ് വെലോസിറ്റി എന്നാണ് Vmax ബൈ 2. അപ്പോൾ എപ്പോൾ ഒബ്ജക്റ്റ് റെസ്റ്റിൽ നിന്നും ആക്സലറേറ്റ് ചെയ്തു, അതിനുശേഷം അത് റിട്ടാർഡ് ചെയ്തു, റെസ്റ്റിലേക്ക് തന്നെ തിരിച്ചു വന്നു. അങ്ങനത്തെ കേസിൽ അവർ ആവറേജ് വെലോസിറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ കണ്ടെത്തിയാൽ മതി? അതിന്റെ മാക്സിമം വെലോസിറ്റി ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആവറേജ് വെലോസിറ്റി ആയി. ഓക്കെ, സോ അതിന്റെ മാക്സിമം വെലോസിറ്റി എങ്ങനെ കാണാം? മാക്സിമം വെലോസിറ്റി കാണാൻ രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ആൽഫ T1 അല്ലെങ്കിൽ ബീറ്റ T2. അങ്ങനെ മാക്സിമം വെലോസിറ്റി കാണാം. സിമ്പിൾ അല്ലേ? ഇനി അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇത് എഴുതിയെടുക്കും, ഞാൻ അപ്പോൾ ഇതിനൊക്കെ ഒന്ന് വായിക്കാം, എന്നിട്ട് ഞാൻ തിരിച്ചു വരാം. അപ്പോൾ അഞ്ചാമതായിട്ടുള്ള ക്വസ്റ്റ്യനിൽ അവർ പറയുന്നത് Vmax, ആൽഫ, ബീറ്റ, പിന്നെ T1 പ്ലസ് T2 ഇതെല്ലാം കൂടി വരുന്ന ഒരു എക്സ്പ്രഷൻ, അതായത് ഇതെല്ലാം കൂടി വരുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾ കണ്ടെത്താം. അപ്പൊ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്ത് കുന്താണ് അറിയുന്നത് ആ കാര്യം എഴുതി വെക്കാം. ഓക്കെ, നമുക്ക് അറിയുന്ന കുന്തങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പഠിച്ചു Vmax എന്ന് പറയുന്നത് ആൽഫ T1 ആണ്. അതേപോലെ Vmax എന്ന് പറയുന്നത് ബീറ്റ T2 ആണ്. ഇത്രയും കാര്യങ്ങളെ നമുക്ക് അറിയുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് Vmax ഒറ്റക്ക്, ആൽഫ ഒറ്റക്ക്, ബീറ്റ ഒറ്റക്ക്. പക്ഷേ T1 ഉം T2 എന്താ ചെയ്യുന്നവർ ആഡ് ചെയ്താൽ വെച്ചിരിക്കുന്നത്. അത് T1 പ്ലസ് T2 എന്ന് എഴുതിയത്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ T1 എവിടെയും T2 എവിടെയും സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. അതുകൊണ്ട്
നമുക്ക് ഇവിടെ എഴുതാം T1 എന്ന് പറയുന്നത് എന്തായിരിക്കും വി മാക്സ് ബൈ ആൽഫ ആയിരിക്കും. വി മാക്സ് ബൈ ആൽഫ. T1 ഇവിടെ ആൽഫ ഇങ്ങോട്ട് വരുന്ന സമയത്ത് T1 ഈസ് ഈക്വൽ ടു വി മാക്സ് ബൈ ആൽഫ. അതേപോലെ T2 എന്തായിരിക്കും വരാം വി മാക്സ് ബൈ ബീറ്റ ആയിരിക്കും വരാം. ഇപ്പൊ T1 പ്ലസ് T2 അവർ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം T1 പ്ലസ് T2 കണ്ടു നോക്കാം. നമുക്ക് വേറെ വഴിയില്ലല്ലോ. അപ്പൊ നമുക്ക് എന്താ കാണുന്നത് വി മാക്സ് ബൈ ആൽഫ പ്ലസ് വി മാക്സ് ബൈ ബീറ്റ. ഇതാണ് അവർ ചോദിച്ചത് അല്ലേ? അവരെന്താ ചോദിച്ചത് വി മാക്സ് ആൽഫ ബീറ്റ T1 പ്ലസ് T2 വരുന്ന ഒരു ഇക്വേഷൻ എഴുതണം. അപ്പോൾ ആ ഇക്വേഷൻ കിട്ടി. ഓക്കെ. അപ്പോൾ ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് കുന്താണ് അത് ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിൽ നമ്മൾ എന്താക്കണം നമുക്ക് അറിയുന്ന കുന്തങ്ങൾ ആദ്യം ചെയ്തു നോക്കാം. പിന്നെ എന്താവും നമുക്ക് അറിയാത്ത കുന്തത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഓക്കെ. അപ്പോൾ അങ്ങനെ പേടിക്കരുത്. റിസ്ക് കാൽക്കുലേറ്റ് ചെയ്ത് വേണം നമ്മൾ ഇങ്ങനെ ചെയ്യാൻ. ഇതിപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ആനൊന്നും കുത്തൂലല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാം. നമുക്ക് അറിയുന്ന കാര്യം വെച്ച് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ T1 പ്ലസ് T2 ആന കുത്തി എന്ന് പറഞ്ഞ അടുത്തേക്ക് വരരുത്. സാറല്ലേ പറഞ്ഞത് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ചെയ്യാം. ആന വന്നപ്പോൾ ഞാൻ നേരെ ആന മുമ്പിലേക്ക് ഞാൻ ധൈര്യത്തിൽ ഇങ്ങനെ പോയി. ആനകൾ കുത്തി നിലത്തെ കിട്ടും. അപ്പോൾ സാറിൻ്റെ കുറ്റാടെന്ന് പറഞ്ഞതിൻ്റെ അടുത്ത കാര്യം വരരുത്. നിങ്ങൾക്ക് എങ്ങനെ വരാനല്ലേ യൂട്യൂബിൽ കൂടെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ പ്ലസിന്റെ ലെഫ്റ്റ് സൈഡിൽ ആരുണ്ട് വി മാക്സ് ഉണ്ട്. പ്ലസിന്റെ റൈറ്റ് സൈഡിൽ ആരുണ്ട് വി മാക്സ് ഉണ്ട്. വി മാക്സ് നമ്മൾ പുറത്തേക്ക് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി വി മാക്സ് ഇൻറ്റു 1 ബൈ ആൽഫ പ്ലസ് 1 ബൈ ബീറ്റ. എക്സ്പ്രഷനെ കുറച്ച് സിംപ്ലിഫൈ ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അതിനുശേഷം അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും വി മാക്സ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ ആക്കാം T1 പ്ലസ് T2 ഈസ് ഈക്വൽ ടു വി മാക്സ് മൾട്ടിപ്ലൈഡ് ബൈ ഇതെന്താവും ആൽഫ പ്ലസ് ബീറ്റ ബൈ ആൽഫ ബീറ്റ എന്നാവും. ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ 1 ഇൻറ്റു ബീറ്റ പ്ലസ് 1 ഇൻറ്റു ആൽഫ ഡിവൈഡ് ബൈ ആൽഫ ബീറ്റ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ T1 പ്ലസ് T2 പോലെ തന്നെ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് വി മാക്സ് ഈസ് ഈക്വൽ ടു എന്താക്കി എഴുതാം വി മാക്സ് ഈസ് ഈക്വൽ ടു ആൽഫ ബീറ്റ ഇൻറ്റു T1 പ്ലസ് T2 ഡിവൈഡ് ബൈ ആൽഫ പ്ലസ് ബീറ്റ. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. സോ ഫ്രണ്ട്സ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ്. If the particle in the last problem intends to achieve the same displacement in the same time interval and reach the same maximum velocity with the uniform acceleration a dash. ഇത് വായിക്കുമ്പോൾ എല്ലാവരും കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ ഒരു പാർട്ടിക്കിൾ ഒരു ആൽഫ ആക്സിലറേഷനിൽ റെസ്റ്റിൽ നിന്നും ആൽഫ ആക്സിലറേഷനിൽ പോയി അതിനുശേഷം അത് ബീറ്റ ആക്സിലറേഷനിൽ താഴോട്ട് വന്നു. ഓക്കെ. ഇതേ സെയിം പാർട്ടിക്കിൾ റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഒരു കണ്ടീഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു യൂണിഫോം ആക്സിലറേഷനിൽ പോകണം. ആക്സിലറേഷൻ ആൽഫ ബീറ്റ മാറാൻ പാടില്ല. ഒറ്റ ഒരു ആക്സിലറേഷൻ യൂണിഫോം ആക്സിലറേഷനിൽ പോകണം. അതായത് എ ഡാഷ് എന്ന യൂണിഫോം ആക്സിലറേഷനിൽ പോകണം. ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ് അതിൻ്റെ മാക്സിമം വെലോസിറ്റി നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൻ്റെ അതേ മാക്സിമം വെലോസിറ്റി ആയിരിക്കണം. മൂന്നാമത് അത് ലാസ്റ്റത്തെ പ്രോബ്ലം കവർ ചെയ്ത അതേ ഡിസ്പ്ലേസ്മെന്റ് ഈ പ്രോബ്ലം അതേ സെയിം ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്യണം അതേ സെയിം ടൈം ഇന്റർവെല്ലിൽ. ഓക്കെ. സോ ഡിസ്പ്ലേസ്മെന്റ് സെയിം ആയിരിക്കണം. ലാസ്റ്റത്തെ അതേ പ്രോബ്ലത്തിന് സെയിം ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കണം. സെയിം ടൈം ഇന്റർവെൽ ആയിരിക്കണം. സെയിം മാക്സിമം വെലോസിറ്റി ആയിരിക്കണം. വിത്ത് യൂണിഫോം ആക്സിലറേഷൻ എ ഡാഷ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ പ്രോബ്ലം ഡ്രോ വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ നേരത്തെ പാർട്ടികൾ ഇനീഷ്യൽ 0 വെലോസിറ്റി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇത് യൂണിഫോം ആക്സിലറേഷൻ ആയിരിക്കണം. യൂണിഫോം ആക്സിലറേഷൻ ആകുമ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് വരിക. ആ സ്ട്രെയിറ്റ് ലൈനാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഒരു മിനിറ്റ് ബാങ്ക് കൊടുക്കുന്നു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കാം, നമ്മളുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ മാക്സിമം വെലോസിറ്റി എന്തായിരിക്കും? ഇതിന്റെ മാക്സിമം വെലോസിറ്റി നേരത്തെ ചെയ്ത അതേ മാക്സിമം വെലോസിറ്റി ആയിരിക്കണം വരുന്നത്. അത് ഞാൻ വി മാക്സ് എന്ന് ഇതാണ്. ഓക്കെ. ഈ വി മാക്സിന്റെ ഇക്വേഷൻ ലാസ്റ്റത്തെ പ്രോബ്ലത്തിൽ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. വി മാക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ കണ്ടെത്തി. അതവിടെ നിൽക്കട്ടെ. ഇനി ഇവിടെ സമയം എത്രയായിരിക്കണം? നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഈ സമയം T1 പ്ലസ് T2 ആയിരിക്കും. അതായത് നേരത്തെ എടുത്ത അതേ സമയം തന്നെ ആയിരിക്കും ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ആകെ ഒരു കണ്ടീഷൻ എന്താണ്? ഇത് യൂണിഫോം ആക്സിലറേഷൻ എ ഡാഷിലായിരിക്കണം പോയിരിക്കുന്നത്. അതിനുശേഷം ഇതിന്റെ ഏരിയ എന്തായിരിക്കും? ഈ ഏരിയ എത്രയായിരിക്കും? ഈ ഏരിയ എന്ന് പറയുന്നത് നേരത്തെ ചെയ്ത പ്രോബ്ലത്തിന്റെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഇല്ലേ, Δx1 പ്ലസ് Δx2,
അത് തന്നെയായിരിക്കും ഇവിടെയും ഏരിയ വരും. ഓക്കെ, ഇതാണ് അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്, ഇങ്ങനെയാണ് വരിക. രണ്ടാമതായി ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് എ ഡാഷ്. ഈ എ ഡാഷ് യൂണിഫോം ആക്സലേഷൻ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിന്റെ എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായാലും ചെയ്താൽ സ്ലോപ്പ് ഓഫ് വി ടി ഗ്രാഫ്. ഈ വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് ആയിട്ട് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1. y2 എന്ന് പറയുന്നത് ആരാണ്? വി മാക്സ്. സോ വി മാക്സ് മൈനസ് 0 ഡിവൈഡ് ബൈ x2 ഈസ് ഈക്വൽ ടു t1 പ്ലസ് t2 മൈനസ് x1 എന്ന് പറയുന്നത് 0. സോ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും എ ഡാഷ് എന്ന് പറയുന്നത് വി മാക്സ്, എ ഡാഷ് വിൽ ബി ഈക്വൽ ടു വി മാക്സ് ഡിവൈഡ് ബൈ t1 പ്ലസ് t2. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ പ്രോബ്ലത്തിൽ ഈ വി മാക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് കണ്ടെത്തിയിട്ടുണ്ട്? ആൽഫ ബീറ്റ ഇൻറ്റു t1 പ്ലസ് t2 ഡിവൈഡ് ബൈ ആൽഫ പ്ലസ് ബീറ്റ എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ വി മാക്സിന് പകരം ഇത് എഴുതാം. അതിനുശേഷം ഡിവൈഡ് ബൈ t1 പ്ലസ് t2. ഈ t1 പ്ലസ് t2 ഈ t1 പ്ലസ് t2 കട്ട് ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഡാഷ് എന്ന് പറയുന്നത് ആൽഫ ബീറ്റ ബൈ ആൽഫ പ്ലസ് ബീറ്റ എന്ന് എഴുതാൻ പറ്റും. അപ്പം ഞാനിവിടെ ഈ വി മാക്സ് ബൈ t1 പ്ലസ് t2 എനിക്ക് എ ഡാഷ് കണ്ടെത്തി നിർത്താൻ പറ്റും. പക്ഷെ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ വി മാക്സ് കണ്ടെത്തിയതുകൊണ്ട് നമ്മൾ ഈ വി മാക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ആ സമയത്ത് എ ഡാഷ് എന്ന് പറയുന്നത് നേരത്തെ രണ്ട് ആക്സലേഷനുമായി കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എഴുതിയത്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കാണുക എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. സോ നമുക്ക് എഴുതാം ഡെൽറ്റ x1 പ്ലസ് ഡെൽറ്റ x2 എന്ന് പറയുന്നത് ഇതിന്റെ താഴത്തുള്ള ഏരിയ ആയിരിക്കും. ഈ ഏരിയ എത്രയാണ്? ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? t1 പ്ലസ് t2. ഹൈറ്റ് എത്രയാണ്? ഇതിന്റെ ഹൈറ്റ് വി മാക്സ് ആണ്. സോ ഇതെന്താവും? വി മാക്സ് ബൈ 2 ഇൻറ്റു t1 പ്ലസ് t2 എന്നാവും ഈ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് ഒന്ന് ചെറുതാക്കാം. വി മാക്സ് ഇൻറ്റു t1 പ്ലസ് t2 വി മാക്സ് ഇൻറ്റു t1 പ്ലസ് t2 ബൈ 2. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് വി മാക്സ് ബൈ t1 പ്ലസ് t2 എന്ന് പറയുന്നത് ആരായിരുന്നു? വി മാക്സ് ബൈ t1 പ്ലസ് t2 എന്ന് പറയുന്നത് നമ്മുടെ ആക്സലേഷനായ എ ഡാഷ് ആണ്, അല്ലേ? എ ഡാഷ് നമ്മൾ ഇവിടെ എ ഡാഷ് ഈസിക്കൽ വി മാക്സ് ബൈ t1 പ്ലസ് t2, അതാണ് പിന്നെ ആൽഫ ബീറ്റ ബൈ ആൽഫ പ്ലസ് ബീറ്റ എന്നായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇൻറ്റു t1 പ്ലസ് t2 ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വി മാക്സ് ബൈ t1 പ്ലസ് t2 എന്ന് പറഞ്ഞാൽ സാധനം കിട്ടും. ആ വി മാക്സ് ബൈ t1 പ്ലസ് t2 എ ഡാഷ് ആണ്. പക്ഷെ വെറുതെ ഇങ്ങനെ t1 പ്ലസ് t2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പകരം നമ്മൾ എന്താക്കണം? ന്യൂമറേറ്ററിലും t1 പ്ലസ് t2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം എന്താ? ഇങ്ങനെ നമ്മൾ t1 പ്ലസ് t2 ഡിവൈഡ് ബൈ t1 പ്ലസ് t2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 1 ആണ്. t1 പ്ലസ് t2 ബൈ t1 പ്ലസ് t2 എത്രയാണ്? 1 ആണ്. അതിനുശേഷം 1 മൾട്ടിപ്ലൈ ബൈ ഇത് അത് ഈ വാല്യൂ മാറില്ലല്ലോ. അപ്പൊ അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണം? ഇതിനെ കവർ ചെയ്യണം. അതായത് വി മാക്സ് ബൈ t1 പ്ലസ് t2 എന്ന് പറഞ്ഞ സാധനം ഞാൻ എ ഡാഷ് എഴുതാണ്. സോ ഇത് എ ഡാഷ് ഇൻറ്റു t1 പ്ലസ് t2 ഇൻറ്റു t1 പ്ലസ് t2 എന്ന് പറയുമ്പോൾ a1 t1 പ്ലസ് t2 ഹോൾ സ്ക്വയർഡ് ആവും ഡിവൈഡ് ബൈ 2 ആവും. ഇതാണ് ഇതിന്റെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വരുന്നത്. എ ഡാഷ് ഇൻറ്റു t1 പ്ലസ് t2 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2. സോ ഇത് മൊത്തത്തിൽ നിങ്ങൾ കാണുന്ന സമയത്ത് കുറേ ഉണ്ട്, കുറേ ഇക്വേഷൻസ് ഉള്ളതായി തോന്നും. പക്ഷെ ഇതെല്ലാം കൂടി ചെറുതാക്കിയിട്ട് ഏതൊക്കെ കാര്യം നിങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പഠിക്കേണ്ടത് ഈ 4 ബോക്സിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. എന്താ അതിൽ പറയുന്നത്? വി മാക്സ് ഈക്വൽസ് ആൽഫ t1, വി മാക്സ് ഈക്വൽസ് ബീറ്റ t2, വി മാക്സ് ഈക്വൽസ് 2 ടൈംസ് ആവറേജ് വെലോസിറ്റി, വി മാക്സ് ഈക്വൽസ് എ ഡാഷ് ഇൻറ്റു t1 പ്ലസ് t2, a dash is equal to alpha beta by alpha plus beta. Total displacement is a dash into t1 plus t2 whole squared divided by 2. ഈ t1 plus t2 എന്ന് പറയുന്നത് ടോട്ടൽ ടൈം ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ ആൽഫ ബീറ്റ ടൈപ്പ് പ്രോബ്ലംസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നീറ്റിലെ ഒരു പ്രാവശ്യം ആൽഫ ബീറ്റ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്, ആ കാര്യം നമുക്ക് നോക്കാം. സോ ഈ ലെക്ചർ നമുക്ക് ഈ നീറ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നീറ്റ് 1994 ചോദിച്ചതാണ്. എ കാർ ആക്സിലറേറ്റ്സ് ഫ്രം റെസ്റ്റ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ് ഫോർ സം ടൈം ആഫ്റ്റർ വിച്ച് ഇറ്റ് ഡിസലറേറ്റ്സ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ് ബീറ്റ ആൻഡ് കംസ് ടു റെസ്റ്റ്. സോ ഇവിടെ ഡിസലറേറ്റ് എന്ന് പറയുന്നത് റിട്ടാർഡ് ചെയ്യുന്ന പറയില്ലേ, റിട്ടാർഡ് ചെയ്യുക, ഡിസലറേറ്റ് ചെയ്യുക എന്ന് പറയുന്ന സംഭവം ആക്സിലറേഷൻ നെഗറ്റീവ് ആവുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡിസലറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിട്ടാർഡ് ചെയ്യുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്, സ്പീഡ് കുറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, വെലോസിറ്റി നെഗറ്റീവ്, ആക്സിലറേഷൻ നെഗറ്റീവ് ആണ് എന്നുള്ള കാര്യമാണ്. സോ അങ്ങനെ ഉള്ളൊരു കാര്യം നിങ്ങൾ ആലോചിക്കുന്നു. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ എന്ത് വരണം, ഇത് ആൽഫ ബീറ്റ ടൈപ്പ് പ്രോബ്ലം ആണെന്ന് മനസ്സിൽ വരണം. കാരണം റെസ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത്, പിന്നെ ഒരു കോൺസ്റ്റന്റ് ആക്സിലറേഷനിൽ പോകുന്നു, അതിനുശേഷം കോൺസ്റ്റന്റ് ആക്സിലറേഷനിൽ പോയിട്ട് വെലോസിറ്റി 0 ആകുന്നു അല്ലേ. റെസ്റ്റിൽ നിന്ന് തുടങ്ങി റെസ്റ്റിലേക്ക് എത്തുന്നു, അതിൻ്റെ ഇടയിൽ രണ്ട് വേറെ ആക്സിലറേഷൻസ് ഉണ്ട്. അതാണ് ആൽഫ ബീറ്റ ടൈപ്പ് പ്രോബ്ലം. അപ്പോൾ അത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, തലയിൽ കത്തണം ഇത് ആൽഫ ബീറ്റ ടൈപ്പ് പ്രോബ്ലം ആണെന്ന്. ഈ ടോട്ടൽ ടൈം ഇലാപ്സ്ഡ് ഈസ് ടി, ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ടി ആണെങ്കിൽ ദെൻ മാക്സിമം വെലോസിറ്റി അക്വയർഡ് ബൈ കാർ വിൽ ബി, അങ്ങനെയാണെങ്കിൽ കാർ അക്വയർ ചെയ്ത മാക്സിമം വെലോസിറ്റി ആണ്. ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഞാൻ ഇതുവരെ മുമ്പ് ഡിറൈവ് ചെയ്ത കാര്യങ്ങളൊക്കെ ഡിറൈവ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ചത് എന്താണ്, മാക്സിമം വെലോസിറ്റിക്ക് പഠിച്ച ഇക്വേഷൻസ് 4 എന്നാണ്. ആൽഫ T1 ബീറ്റ T2 2 ടൈംസ് വി ആവറേജ് വെലോസിറ്റി, പിന്നെ വരുന്നത് എ ഡാഷ് ഇൻറ്റു T1 പ്ലസ് T2. ഏത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് എ ഡാഷ് ഇൻറ്റു T1 പ്ലസ് T2 ആണ്. സാർ അതെന്താ അങ്ങനെ ഉപയോഗിക്കാൻ കാരണം ക്വസ്റ്റ്യനിൽ തന്നെ എന്താണ്, ടോട്ടൽ ടൈം വെച്ചുള്ള കാര്യമാണ്. ടോട്ടൽ ടൈം ഇലാപ്സ്ഡ് ഈസ് ടി എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും, ഇവിടെ എ ഡാഷ് ഇൻറ്റു T1 പ്ലസ് T2 ടോട്ടൽ ടൈം, T1 പ്ലസ് T2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം, അത് ഇവിടെ എന്താണ് അവർ ഉപയോഗിക്കാൻ പറഞ്ഞത്, ടി എന്നാണ് ഉപയോഗിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇത് എ ഡാഷ് മൾട്ടിപ്ലൈഡ് ബൈ ടി എന്നാണ്. സാർ ഉത്തരത്തിൽ എത്തിയില്ലല്ലോ, ഓപ്ഷൻ ഒന്നും കാണില്ലല്ലോ. കാണില്ല, കാരണം ക്വസ്റ്റ്യനിൽ എ ഡാഷ് എന്താണെന്ന് അവർക്ക് കൂടി അറിയില്ല. നമ്മൾ കൊടുത്ത കാര്യമാണ് എ ഡാഷ്. എ ഡാഷിന്റെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്, എ ഡാഷ് ഈസ് ഈക്വൽ ടു ആൽഫ ബീറ്റ ബൈ ആൽഫ പ്ലസ് ബീറ്റ. ആൽഫ എന്നത് പറഞ്ഞത് യൂണിഫോം ആക്സലറേഷൻ, പിന്നെ അത് യൂണിഫോം റിട്ടാർഡേഷൻ, യൂണിഫോം ഡിക്സലറേഷൻ ആണ് ബീറ്റ. സോ അതുകൊണ്ട് ഈ എ ഡാഷിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ആൽഫ ബീറ്റ ബൈ ആൽഫ പ്ലസ് ബീറ്റ, അതിനുശേഷം ഇവിടെ ആരുടെ ടി ഉണ്ട്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ നിങ്ങൾ വിചാരിക്കരുത് ഈ ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ വരുള്ളൂ, അല്ല, ഇത് പല ടൈപ്പ് പ്രോബ്ലം ചോദിക്കാം അല്ലേ. ഇപ്പോൾ T1 ചോദിച്ചിട്ട് വി മാക്സ് ചോദിക്കാമല്ലോ, വി മാക്സ് ആൽഫ T1 ബീറ്റ T2, അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി ചോദിക്കാം, മാക്സിമം വെലോസിറ്റി തന്നിട്ട് ഇതിന്റെ ആവറേജ് വെലോസിറ്റി എന്നാ ചോദിക്കാം. അങ്ങനെ പല ടൈപ്പ് പ്രോബ്ലംസ് ഇതിൽ ഫ്രെയിം ചെയ്യാൻ പറ്റും, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എല്ലാം ചോദിക്കാൻ പറ്റും. സോ അതെല്ലാം നിങ്ങൾക്ക് ഈ ഡിറൈവ് ചെയ്ത് സമയം കളയുന്നതിനേക്കാളും നല്ലത് ഈ ഇക്വേഷൻസ് കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിട്ട് വരും. ഇപ്പോൾ നിങ്ങൾ ചില ആൾക്ക് സംശയം വരും, സാർ എന്തിനാണ് സാർ ഇത്രയും സമയം അത് ഡിറൈവ് ചെയ്യണം, അതെങ്ങനെ കിട്ടിയെന്നുള്ള കാണിക്കുന്നത് എന്തിനാണ്? കാരണം അങ്ങനെ പഠിച്ചാലേ നിങ്ങൾക്ക് ഫിസിക്സ് ഈസി ആയി തോന്നുള്ളൂ. അങ്ങനെ പഠിക്കാത്ത കുട്ടികൾക്കാണ്, അങ്ങനെ പഠിപ്പിക്കാത്ത സാറന്മാർ കാരണം അങ്ങനെ പഠിക്കാത്ത കുട്ടികൾക്കാണ് എന്ത് പറ്റുന്നത്, ഇത് ഭയങ്കര എന്തോ ആണ് സംഭവമാണ്, ഇത് നീറ്റ് ഫിസിക്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു മജീഷ്യൻ ഒരു മൊയലിനെ ഈ മാജീഷ്യനെ തൊപ്പിന്ന് അവരെടുത്ത് ഇങ്ങനെ കാണിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര അത്ഭുതമാണ്, കാരണം മജീഷ്യൻ എങ്ങനെയാണ് ഈ തൊപ്പിന്നും മൊയലിനെടുത്ത് ആക്കിയത്, ഇനി ഇങ്ങനെ ആക്കുകയാണ് ഇയാൾക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ എടുത്ത് പുറത്തൊക്കെ ഇടാൻ പറ്റുമല്ലോ, അയാൾ ഭയങ്കര സംഭവം തന്നെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇതെങ്ങനെയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമായി. അതായത് ഈ മാജീഷ്യൻ്റെ തൊപ്പീൻ്റെ അടിയിൽ വേറൊരു ഒറയുണ്ട്, ആ ഒറയെന്ന് ഇയാൾ കൈയിട്ടിട്ടാണ് ഈ തൊപ്പി എന്നുള്ള ഈ മൊയലിനെ എടുത്ത് പുറത്തേക്ക് ഇടുന്നത്. അല്ലാണ്ട് ഇയാൾ ആകാശത്തു നിന്നും പെട്ടെന്ന് എടുത്ത് കൊണ്ടുപോയിട്ടല്ല. അപ്പം അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തായി, നിങ്ങൾക്ക് മാജിക് കാണിക്കാൻ പറ്റും. കണ്ടോ അതാ എന്താ ഞാൻ മൊയലിനെ പുറത്തേക്ക് എടുത്ത് എന്നുള്ള കാര്യം കാണിക്കാൻ പറ്റും അല്ലേ. നഗരത്തിൽ വളർന്ന കുട്ടീനോട് മാങ്ങ ഉടന്നാൽ കിട്ടുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് എന്നാ പറയും. പക്ഷേ വില്ലേജിൽ വളർന്ന ഒരു കുട്ടി മാങ്ങ നട്ട് വളർത്തി അതിന് വേറെ മാങ്ങ ഉണ്ടാക്കി തിന്നുകൊണ്ട് ആ കുട്ടിക്ക് പിന്നെയും മാങ്ങ മരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എവിടുന്നാണ് ഉറവിടം എന്നുള്ള കാര്യം അറിയുന്നതുകൂടെ സംഭവങ്ങൾ എളുപ്പമാവും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പഠിക്കേണ്ടത് ഈ കാര്യമാണ്. ഓക്കെ, ഡെറിവേഷൻ്റെ സമയം കളയരുത്, ഡെറിവേഷൻ മനസ്സിലാക്കണം. പക്ഷേ ഇവിടെ നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആൽഫ ബീറ്റ പ്രോബ്ലംസ് എളുപ്പമായി ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ലെക്ചറിൽ കാണാം. താങ്ക് യു.